ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു QueenZNook. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഹുഡഡ് ഐസിനെ പറ്റി ആണ് കേട്ടോ. എന്താണ് ഹുഡഡ് ഐസ്? ഹുഡഡ് ഐസ് എന്ന് പറഞ്ഞാൽ ഹുഡ് എന്താണെന്ന് അറിയത്തില്ലേ? നമ്മളിങ്ങനെ തല കവർ ചെയ്ത് വെക്കുന്ന സാധനം അറിയാലോ, ചില കോട്ടുകളൊക്കെ ഉണ്ടല്ലോ ഹുഡായിട്ടുള്ള ക്യാപ്പ് പോലത്തെ സാധനം. അപ്പോൾ ഹുഡഡ് ഐസ് മീൻസ് നമ്മുടെ ഐസിൻ്റെ ലിഡിൽ ഒരു ഹുഡ് പോലെ ഉണ്ടാവുക എന്നുള്ളതാണ് ഹുഡഡ് ഐസ്. കുറേ പേർക്കുള്ള പ്രശ്നമാണ് ഹുഡഡ് ഐസ്. പക്ഷെ ഹുഡഡ് ഐസ് എന്താണെന്ന് ഈ ഹുഡഡ് ഐസ് ഉള്ളവർക്ക് പോലും അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് എൻ്റെ ഹുഡഡ് ഐസ് ഒന്നും അല്ലെന്നാണ്. പക്ഷേ പിന്നെയാണ് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തൊക്കെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെതും ഒരു സെമി ഹുഡഡ് ഐസ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹുഡഡ് ഐസ്? ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാമേ. ഓക്കെ, ഇത് കണ്ടോ, എൻ്റെ ലിഡിൽ കണ്ടോ, ഇതാണ് എൻ്റെ ക്രീസ്. ആക്ച്വലി ശരിക്കുള്ള ക്രീസ് കാണത്തില്ല, ഇങ്ങനെ ഒരു ലൈൻ കണ്ടില്ലേ, അതിങ്ങനെ കവേർഡാണ് ശരിക്കും. കണ്ടോ, ഇത്രയും ഭാഗം എൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ദേ ഹുഡ് പോലെ ഇവിടെ വന്ന് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുവാണ്. അപ്പോൾ എൻ്റെ ഒരു ഹുഡഡ് ഐസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കുള്ള പ്രശ്നം, നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി നഷ്ടമാണ്. നമ്മൾ ചെയ്യുന്നത് കുറേ ഒന്നും പുറത്തേക്ക് കാണില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഐ മേക്കപ്പ് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം ഐ മേക്കപ്പിൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. നമ്മൾ ഐ ഷാഡോസ് വെച്ചുള്ള കളിയൊക്കെ കുറവാണ് സാധാരണ ഡേ ടു ഡേ ലൈഫിൽ. പക്ഷേ മിക്കവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? നമ്മുടെ ഐലൈനർ. അപ്പോൾ ഒരു ഐലൈനർ ഒരു ഹുഡഡ് ഐസ് ഉള്ളവർ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഹുഡഡ് ഐസ് ഇല്ലാതെ ഫുൾ ക്രീസ് ഇങ്ങനെ കാണുന്നവർ വരയ്ക്കുന്നത് പോലെ ഐലൈനർ വരച്ചാൽ വൃത്തികേടും ആവും, ഒന്നും കാണത്തില്ല എന്നല്ല, അത് കാണും, പക്ഷെ നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി മൊത്തമായിട്ട് പോകും. അപ്പം അത് നമ്മുടെ മുഖത്തിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ഐലൈനർ വരയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ എന്ന് പറയുന്നത് maybelline colossal bold ലൈനർ. ഒരു സൂപ്പർ ഐലൈനർ ആണ്. ഞാൻ ഐലൈനേഴ്സിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ വേഗം പോയി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അടിപൊളി ഐലൈനേഴ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഐലൈനർ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹുഡഡ് ഐസ് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കുമല്ലേ. അപ്പം സാധാരണ നമ്മളൊരു വിങ് ലൈനറോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഐലൈനർ നമ്മുടെ മേളിൽ ഇങ്ങനെ അപ്പർ ലൈനിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് വരയ്ക്കണം. ഭയങ്കര തിക്നെസ് കൂട്ടി വരയ്ക്കരുത്. കാരണം നമ്മുടെ ഹുഡിൻ്റെ അവിടം വരെ ഇങ്ങനെ നമ്മൾ വരച്ചു വെച്ചാലുണ്ടല്ലോ അത് നമ്മുടെ കണ്ണ് ഭയങ്കര ഡ്രൂപ്പി ആയിട്ടും ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നും, കുഞ്ഞാക്കുകയും ചെയ്യും നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ക്ലോസ് ടു ദ ലാഷ് ലൈൻ വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പം അത് മാത്രമല്ല, ഞാൻ മുമ്പ് അറബിക് ഐലൈനറിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ സൈഡിൽ ഇന്നർ കോർണർ ഓഫ് ദ ഐയിൽ തിക്നെസ് കുറഞ്ഞിട്ട് ഔട്ടറിലോട്ട് പോകുന്തോറും തിക്നെസ് കൂട്ടി വരണം. എന്നാൽ കൂട്ടുമ്പോൾ നമ്മുടെ ഹുഡിനകത്തോട്ട് കയറി പോവാതെ വരണം. കാരണം ഹുഡിലോട്ട് കയറി കഴിഞ്ഞാൽ അത് വൃത്തിയിടാം. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ഹുഡഡ് ഐസ് ഉള്ളവർ ഐലൈനർ വരച്ചിട്ട്, എൻ്റെത് സെമി ഹുഡഡ് ആണ്, അതുകൊണ്ട് അത്രയ്ക്ക് മുകളിൽ പോയി തട്ടത്തില്ല. ഭയങ്കരമായിട്ട് ഹുഡഡ് ആയിട്ടുള്ളവർ കണ്ണടച്ചത് ഒറ്റ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഐലൈനർ എഴുതിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് തുറക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം അല്ലെങ്കിൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഉടനെ അത് മുകളിൽ പോയി തട്ടി ഭയങ്കര വൃത്തികേടാവും. കാരണം വെറ്റായിട്ടിരിക്കുന്ന ലൈനർ അല്ലേ, അത് മേളിൽ തട്ടിക്കഴിഞ്ഞാൽ മേളിലും ഒക്കെ സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് അതും ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഐലൈനർ വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഐലൈനർ വരയ്ക്കുമ്പോൾ ഇന്നർ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഔട്ടർ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അധികം എന്താ പറയുന്നത്, ബിഗിനേഴ്സിന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഐലൈനറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐലൈനർ എങ്ങനെ വരയ്ക്കണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സ് വരയ്ക്കാനാണെങ്കിൽ ബെസ്റ്റ് നമ്മൾ മിഡിൽ പോർഷനിൽ നിന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ തിക്നെസ് കൊടുക്കരുത്, വെരി ക്ലോസ് ടു ദ ലാഷസ് വേണം നമ്മൾ വരയ്ക്കാൻ. ആൻഡ് വെരി ക്ലോസ് ടു ദ ലാഷസ് നമുക്ക് താഴേക്ക് തന്നെ കൊണ്ടുപോകണം. ഇവിടെ തിക്നെസ് കൂട്ടുക ചെയ്യരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ താഴത്തെ നമ്മുടെ ലാഷ് ലൈൻ ഉണ്ടല്ലോ, വാട്ടർ ലൈൻ, അതിനെ മേളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഔട്ട് ഓഫ് ദി ഹുഡ് വേണ്ട എക്സ്റ്റെൻഡ് ചെയ്യാൻ, ഇങ്ങോട്ട് കയറ്റി എക്സ്റ്റെൻഡ് ചെയ്യരുത്. എൻ്റെ ഹുഡിൻ്റെ പുറത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു കണ്ടോ. എന്നിട്ട് എത്ര ലെങ്ത് നമുക്ക് വേണോ അത്രയ്ക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ എൻഡിൽ നിന്ന് ഞാൻ വരച്ച് നിർത്തിയില്ല, ആ ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുപോകും.
ഒരിക്കലും ഹുഡിനകത്തോട്ട് കയറരുത്. ഹുഡിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അതൊരു സ്റ്റെപ്പ് പോലെ കട്ടായി പോകും. ഓക്കെ, കണ്ടോ? നമുക്ക് അത്യാവശ്യത്തിന് നല്ല നീളമുള്ള ഒരു വിങ്ങും കിട്ടും. എത്ര വിങ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ അത് നമ്മുടെ കണ്ണിന് സൂട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഫ്രണ്ടിലേക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഒട്ടും ഹുഡഡ് ഐസ് ഇല്ലാത്തവര് ഇങ്ങനെ പൊക്കത്തിൽ ഇങ്ങനെ വരച്ച് കയറ്റത്തില്ലേ, അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ മാത്രമേ വരയ്ക്കാവുള്ളൂ. ഈ മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്തിട്ട് ലോവർ വാട്ടർ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്തുനിന്ന് ഇതിനകത്തേക്ക് കയറ്റാം. ഞാൻ അതല്ലാതെ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് നല്ലതുപോലെ മനസ്സിലാവും. ഇത് കണ്ടോ? ഇതിപ്പോ കണ്ടോ? നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ? ഈ കണ്ണ് ഒരുമാതിരി ഒരു ഡ്രൂപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ഈ ഹുഡ് ഭയങ്കരമായിട്ട് നമുക്ക് പ്രോമിനന്റ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇന്ന് ഈ കണ്ണ് നോക്കിക്കേ, അത്ര പ്രോമിനന്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. അത്യാവശ്യത്തിന് നല്ല ഒരു ഐലൈനർ വരച്ചിട്ടുമുണ്ട്. പക്ഷെ ഈ കണ്ണില് ഇത് കണ്ടോ? ഈ കണ്ണ് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നു, ഈ കണ്ണെന്ന് ഭയങ്കര ലൈറ്റ് ആയിട്ട് തോന്നുന്നു, അല്ലേ? അങ്ങനെയല്ലേ? അതുപോലെ എൻ്റെ സെമി ഹുഡഡ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ചിലവർക്ക് ശരിക്കും ഹുഡഡ് ആയിട്ടുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. അപ്പം നമ്മൾ കൂടുതൽ ഇവിടെ വരച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വരയ്ക്കണ്ട. ഇപ്പം തന്നെ ഇവിടെ മുകളിലൊക്കെ തട്ടി കണ്ടോ? ഈ ഹുഡിനകത്തോട്ട് കയറ്റി നമ്മളിങ്ങനെ പൊക്കിയിട്ട് നമ്മൾ ലൈനർ വരയ്ക്കും. അപ്പോൾ ഈ ഹുഡിനകത്തോട്ട് കയറുന്നത് കാരണം ഇവിടെ ലൈനർ കട്ടായി പോവും. എന്നിട്ട് അവിടെ ഇങ്ങനെയൊക്കെ ആയി കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഹുഡഡ് ഐസ് ഉള്ള ഒരു ഐലൈനർ വരയ്ക്കുമ്പോൾ ഇന്നർ കോർണർ ടു ഔട്ടർ കോർണർ തിക്നെസ് കൂട്ടി പതുക്കെ വരണം. അല്ലാതെ ഇവിടുന്ന് ഇങ്ങനെ തിക്കായിട്ട് വരയ്ക്കരുത്. എൻഡിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ലോവർ വാട്ടർ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വിങ് ആക്കിയിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വിങ്ഡ് ഐലൈനർ ആക്കി വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഐസ് ഫിനിഷ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ അത്രേ ഉള്ളൂ, ഞാനൊന്നും ചെയ്തില്ല. പോയിട്ട് എൻ്റെ വിങ്ങിൻ്റെ ലെങ്ത്ത് കുറച്ച് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എത്ര ലെങ്ത്ത് കാണിക്കാം എന്നുള്ള രീതിയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് മസ്കാര ഇട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടമായോ എല്ലാവർക്കും? ഹുഡഡ് ഐസിൽ എങ്ങനെ ഐലൈനർ എഴുതാമെന്ന് കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഡെഫിനറ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം QueenZNook. വീണ്ടും കാണാം.